മലപ്പുറത്ത് വീണ്ടും നിപ്പ വൈറസ് വന്നിരിക്കുകയാണ്. എന്താണ് ഈ അപകടകാരിയായ നിപ്പ വൈറസ്? ഹെനിപ്പ വൈറസ് ജീനസിലെ നിപ്പ വൈറസ് പാരാമിക്സോ വൈറിഡെ ഇനത്തിലെ വൈറസാണ്. പൊതുവെ മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന അസുഖമാണ് നിപ്പ വൈറസ്. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാം. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം. അസുഖബാധയുള്ളവരെ അടുത്ത് പരിചരിക്കുന്നവരിലേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗം പകരാം. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം കലർന്ന പാനീയങ്ങളും വവ്വാൽ കടിച്ച പഴങ്ങളും മറ്റും കഴിക്കുന്നതിലൂടെയും രോഗം പകരാം. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ് 4 മുതൽ 14 ദിവസം വരെയാണ്. ഇത് ചിലപ്പോൾ 21 ദിവസം വരെയാവാം. പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ചുമ, വയറുവേദന, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ എന്നിവയും അപൂർവമായി ചില ആളുകൾ പ്രകടിപ്പിക്കാം. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്കകം അബോധാവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നുമെടുക്കുന്ന സാമ്പിളുകളുടെ RT-PCR പരിശോധന വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. കൃത്യമായി മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക, രോഗിയുടെ വസ്തുക്കൾ പ്രത്യേകം സൂക്ഷിക്കുക എന്നിവയാണ് നിപ്പ വൈറസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ. രോഗി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ രോഗാണുക്കൾ വായുവിലൂടെ പകരും. രോഗിയുടെ സ്രവങ്ങളിലൂടെ, രോഗി കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളിലൂടെ, അതായത് സോപ്പ്, വസ്ത്രം തുടങ്ങിയവയിലൂടെയൊക്കെ രോഗാണുവാഹകരായ വവ്വാലുകളിൽ നിന്ന് മറ്റു ജന്തുക്കളിലേക്കും മനുഷ്യരിലേക്കും ഈ നിപ്പ വൈറസ് പകരാം. നിപ്പ വൈറസ് നമ്മളിലേക്കും പകരാതിരിക്കാൻ മുൻകരുതലുകളെടുത്ത് തയ്യാറായിരിക്കാം. ജാഗ്രത പാലിക്കാം.